നമ്മളൊരു ഐസാണ്, നമ്മളിത് ഐസാണ്. ഇവിടെ ഒരു പുഴ ഉറഞ്ഞ് കിടപ്പുണ്ടേ. ഇത് ഇങ്ങനെ മല പോലെ കൂട്ടിയിട്ടിരിക്കുന്നത്. തെളിഞ്ഞ ആകാശം. എവറസ്റ്റ് കൊടുമുടിയാ കയറുന്നോന്നെയാണ്. ഇങ്ങനെ നടന്ന് മനോഹരമായ കാഴ്ചയിലേക്ക് നമ്മൾ എത്തുകയാണ്. കംപ്ലീറ്റ് ഐസാ ഇത്. ഇത് ഉണ്ടത് പുഴയായത്. വാവ്, ഇത് ഡൽവയർ റിവർ എന്ന് പറയും. എമ്പുരാൻ്റെ സൃഷ്ടി എത്രയോ മനോഹരമല്ലേ. അവിടെ നല്ല സൂര്യൻ്റെ വെട്ടമുണ്ട്. ഉള്ളത് ഇവിടെ ഒരു ഗീസ. അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി വേലി കിട്ടി വെച്ചിട്ടുണ്ട്. അവർ അതിലിപ്പുറത്ത് നിൽക്കണം. ഇങ്ങോട്ട് നോക്കിയാൽ കുഞ്ഞെ റാണിക്കുഞ്ഞുണ്ട്. അവള് തണുപ്പടിച്ച് ചുമന്നു. കുഞ്ഞാഞ്ചുണ്ട്, അവള് തണുപ്പടിച്ച് ചുമന്നു. ഇതിനകത്ത് കുറച്ച് കൊട്ടയ്ക്കകത്ത് കുറച്ച് ഐസ് കിടപ്പുണ്ട്. മുട്ടാൻ പുഴ, എന്നാ മുട്ടാൻ പുഴയെന്ന് നോക്കി. ആര് വാങ്ങി ഉണ്ടോ? അത് കാണിച്ചാൽ 100 ഇട്ട് തരണം. വെള്ളം ഫ്രീസായിട്ട് കണ്ടോ കൊച്ചു ഐസിട്ടപ്പോൾ അതിന് മുകളിലൂടെ തുറന്ന് തെറിച്ചു പോയത്. നമ്മൾ ചെത്തിക്കണ്ടി വിടുന്നു അതിൽ. ഇത് നോക്കിയാണേ, അവിടെയല്ല, അത് വെള്ളത്തിലാണ് വേണം. അവിടെ കുഞ്ഞിറാണി അറിയുന്നു. തണുപ്പായത് കാരണം അധികം നേരം നിൽക്കുകയല്ല, വിട്ടേക്കും. ഇത് പാറ വെള്ളത്തിൽ ഐസ് കഷണം ചെത്തിക്കണ്ടി. ഇതിങ്ങനെ എടുത്തിട്ട് ഇത് ഞാനിങ്ങനെ ചെയ്യും. കണ്ടോ കുറച്ച് പോയത് കണ്ടില്ലെങ്കിൽ ഒന്നുകൂടെ കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് രക്ഷോട്ട് പോകും. ഇത് വേറെ എടുത്തു. ഇത് ഐസ് എടുത്തിട്ട് ഇങ്ങനെ വേറെ ഉണ്ടോ വെള്ളത്തിനുള്ള തെളിച്ച്. അതാണ്. അപ്പോൾ അപ്പുറത്ത് ഇവിടെ നല്ല കുറഞ്ഞ കിടപ്പുണ്ട്. അതിന് ഇടയ്ക്കോടെ വെള്ളം ഒഴുകുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ്. പിന്നെ എല്ലാവരും ഹായ് പറയൂ. ഹലോ. കുഞ്ഞാഞ്ചുണ്ട്. അപ്പോൾ അത്ര മനോഹരമായ കാഴ്ച ഇതെല്ലാം കാണാൻ നമ്മൾ ഇതിനെ ഓർക്കണം. നമ്മൾ തമ്പുരാനെ ഓർക്കണം. എന്ത് മനോഹരമാണ് കർത്താവ് ദർശിച്ചെൻ്റെ ദൈവമേ. വീഡിയോ കാണുന്ന പോലെ ഒന്നുമല്ല ഇതിൻ്റെ സൗന്ദര്യം. അതിഭയങ്കരം, അതിഭീകരം, മനോഹരം. ഭീകരമല്ല, മനോഹരം. ഓക്കേ, ഇവിടെ കുറച്ച് പക്ഷികൾ പറന്നു. ഇതിന്റെ ഈ പക്ഷിയുടെ വേറെ ആഞ്ചക്കൂട്ട ഗൂസോ? അതിന് ഗൂസ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു. അനുഗ്രഹിക്കട്ടെ.